ഒളിച്ചത്? എവിടെ പോയി ഒളിച്ചു നിങ്ങൾ? തൊണ്ടക്കാട്ടിൽ ഒളിച്ചു നിങ്ങൾ. ആ ചെടിയുടെ മറയിൽ ആരാണ് സുരേഷ് ഗോപിയോ? മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ഈ തൃശ്ശൂരിലെ ജനാധിപത്യം വോട്ട് കളവ് നടത്തിയ സുരേഷ് ഗോപിയെ, കള്ള വോട്ടുണ്ടാക്കി അധികാരത്തിൽ വന്ന സുരേഷ് ഗോപിയെ ജനാധിപത്യം തിരിച്ചറിയും. മിസ്റ്റർ സുരേഷ് ഗോപി കള്ള വോട്ടിലൂടെ ഈ പാർലമെന്റിന്റെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത മിസ്റ്റർ സുരേഷ് ഗോപി, ഞങ്ങൾ ആയുധധാരികളായാൽ ഈ പറയുന്ന ബിജെപിയുടെ പൊടി പോലും തൃശ്ശൂരിന്റെ മണ്ണിൽ കാണില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, CPIMന്റെ പ്രകടനം, ഈ വരുന്ന വാഹനത്തിന്റെ പ്രതിഷേധ പ്രകടനം, CPIMന്റെ ഓഫീസ് തകർക്കാൻ ശ്രമിച്ച ബിജെപിക്കെതിരായിക്കൊണ്ടുള്ള പ്രകടനമാണ് ഈ വരുന്ന വാഹനത്തിന്റെ തൊട്ടുപുറകിലായി പ്രിയപ്പെട്ടവരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ കേട്ടറിയൂ, നിങ്ങൾ കണ്ടറിയൂ. നമ്മുടെ തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലോ നമ്പറുകൾ ശേഖരിച്ചു. ആ നമ്പറുകളിലെല്ലാം ആയിരക്കണക്കിന് വോട്ടുകൾ, കള്ള വോട്ടുകൾ ഉണ്ടാക്കി അധികാരത്തിന്റെ സോപാനത്തിലേക്ക് കടന്നുകൂടിയ ബിജെപി, അധികാരത്തിന്റെ സോപാനത്തിലേക്ക് കേന്ദ്രമന്ത്രിയായി വന്ന സുരേഷ് ഗോപി രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവന്റെ തലയെരിഞ്ഞു മാറ്റാമെന്ന് വ്യാമോഹിക്കുന്ന CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് തകർത്ത് കളയാമെന്ന് വ്യാമോഹിക്കുന്ന ബിജെപിക്കാരോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അക്രമകാരികളല്ല, ഞങ്ങൾ ആയുധധാരികളല്ല, രക്തസാക്ഷികളാകാൻ മടിയില്ലാത്ത പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ. നിരവധി രക്തസാക്ഷികള് ഞങ്ങൾ ഈ മണ്ണിൽ ജന്മം കൊടുത്തിട്ടുണ്ട്. RSSന്റെ കടാനിമുനകൾ ഞങ്ങളുടെ നെഞ്ചിനകത്ത് കുത്തിക്കയറ്റുമ്പോൾ അമ്മേ എന്ന് വിളിക്കാതെ ഇൻകുലാബിന്റെ ഈ അടിപാടി പ്രതികരിച്ച KR തോമസിന്റെയും സദാ VK ബാലിന്റെയും മണ്ണിലേക്ക് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊന്ന് പറയുന്നു, ബിജെപിക്കാര് ഞങ്ങൾ അക്രമകാരികളല്ല, ഞങ്ങൾ ആയുധധാരികളല്ല. CPIMന്റെ ഓഫീസ് തകർക്കാൻ വന്നാൽ, ഞങ്ങൾ ആയുധധാരികളായാൽ, ഞങ്ങൾ അക്രമകാരികളായാൽ ബിജെപിയുടെ പൊടി പോലും ഈ തൃശ്ശൂരിന്റെ മണ്ണിലുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIMന്റെ പ്രതിഷേധ പ്രകടനം ഈ വരുന്ന വാഹനത്തിന്റെ ഒത്തുപുറകിലായി ഇതുവഴി കടന്നുകൊണ്ട് പ്രതികരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളോർക്ക് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് നമ്മുടെ തൃശ്ശൂർ, നമ്മുടെ കേരളത്തിന്റെ മണ്ണിലടക്കം ഒട്ടനവധി പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഛത്തീസ്ഗഡിൽ പാവപ്പെട്ട കന്യാസ്ത്രീകള് മതപരിവർത്തനത്തിന് പേര് പറഞ്ഞു തുറങ്കിലടച്ച്, കൈയാമം വെച്ച് തുറങ്കിലടച്ച സമയത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് കന്യാസ്ത്രീകളെ തുറങ്കിലടച്ചത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറാവാതെ മിസ്റ്റർ സുരേഷ് ഗോപി ഇന്ത്യൻ പാർലമെന്റ് കൂടുമ്പോൾ പാർലമെന്റിന്റെ കസേരക്കകത്ത് മേൽച്ചുണ്ടും കീഴ്ചുണ്ടും തുന്നിക്കൂട്ടി അലത്തുകളിൽ തുണി നനച്ചു വെച്ചതുപോലെ മൗനം പാലിച്ച മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങളെവിടെയാണ്? ഞങ്ങൾ തന്നെ പറയാറുണ്ട്, ഞങ്ങൾ ഗുണ്ടകളല്ല, ഞങ്ങൾ അക്രമവാദികളല്ല, ഞങ്ങൾ ആയുധവാദികളല്ല, ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം. നിരവധി രക്തസാക്ഷികള് ജന്മം കൊടുത്ത നാടാണ് ഈ തൃശ്ശൂരിന്റെ. ഞങ്ങളെ നേരെ പേരിന് വന്നാൽ അമ്മയെ കണ്ടുപിടിക്കില്ല. സൂക്ഷിച്ചു. നിങ്ങൾ എവിടെയാണ് സുരേഷ് ഗോപി? എവിടെയാണ് നിങ്ങൾ ഒളിച്ചത്? നിങ്ങൾ ഒളിച്ചത് ആ ചെറിയ സുരേഷ് ഗോപിയോ എന്ന് ചോദിച്ചതാണ്. എവിടെയാണ് നിങ്ങൾ ഒളിച്ചത്? എവിടെ പോയി ഒളിച്ചു നിങ്ങൾ? തൊണ്ടക്കാട്ടിൽ ഒളിച്ചു നിങ്ങൾ. ആ ചെടിയുടെ മറയിൽ
ആരാണ് സുരേഷ് ഗോപിയെ മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ഈ തൃശ്ശൂരിലെ ജനാധിപത്യം വോട്ട് കളവ് നടത്തിയ സുരേഷ് ഗോപിയെ, കള്ള വോട്ടുണ്ടാക്കി അധികാരത്തിൽ വന്ന സുരേഷ് ഗോപിയെ ജനാധിപത്യം തിരിച്ചറിയും. മിസ്റ്റർ സുരേഷ് ഗോപി കള്ള വോട്ടിലൂടെ ഈ പാർലമെന്റിന്റെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾക്കെതിരായുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വരുന്ന വാഹനത്തിന്റെ തൊട്ടുപുറകിലായി ഇതുവഴി കടന്നുകൊണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ആയിരക്കണക്കിന് വോട്ടുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിലും ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ നമ്പറുകളെടുത്ത് കള്ളവോട്ടുകൾ ചേർത്തിയെടുത്ത് അധികാരത്തിന്റെ സോപാനത്തിലേക്ക് കയറിക്കൂടിയ കള്ളവോട്ടുണ്ടാക്കിയെടുത്ത് വിജയം കൈവരിച്ച സുരേഷ് ഗോപി, നിങ്ങൾ രാജിവെക്കണമെന്ന് പറയുമ്പോൾ എന്താണ് BJP പ്രവർത്തകർക്ക് ഇത്ര വേദന? BJPക്കാർക്ക് ഇത്ര വേദന എന്താണ്? സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് പറയുന്നവന്റെ തലയെരിഞ്ഞ് മാറ്റാനും CPIM